ജനാധിപത്യ മര്യാദകൾ കാറ്റിൽ പറത്തുന്ന സമീപനമാണ് പ്രതിപക്ഷത്തിന്റേതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. കേന്ദ്രത്തിനെതിരെ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പ്രതിപക്ഷം സഭയിൽ ബഹളമുണ്ടാക്കുന്നതെന്നും ഗോവിന്ദൻ മട്ടന്നൂരിൽ പറഞ്ഞു. നിയമസഭയിൽ ജനാധിപത്യ മര്യാദകൾ കാറ്റിൽ പറത്തിയാണ് പ്രതിപക്ഷം ബഹളമുണ്ടാക്കുന്നത്. കേന്ദ്ര ബജറ്റിനെപ്പറ്റി പറയേണ്ടി വരുന്നതുകൊണ്ടാണ് പ്രതിപക്ഷം ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. ബി.ജെ.പിയെ സഹായിക്കാനാണ് UDF നീക്കം. ശബരിമല വിഷയം സഭയിൽ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. ചർച്ച നടന്നാൽ പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകുമെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. അവിടെ പ്രശ്നമുണ്ടാക്കുക, അതിന്റെ ഭാഗമായിട്ട് സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറുക, എല്ലാ ജനാധിപത്യ മര്യാദകളും തകർക്കുക, അവിടെയുള്ള വാച്ചൻ വാർഡിനെതിരായിട്ട് അക്രമം സംഘടിപ്പിക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ പ്രതിപക്ഷ MLA-മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം. നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. കേന്ദ്ര ബഡ്ജറ്റിനെ പറ്റി പറയേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് അവർ ആ രീതിയിലുള്ള ഒരു നിലപാടിപ്പോൾ ശക്തിയായ രീതിയിൽ നിയമസഭ സ്തംഭിപ്പിക്കത്തക്ക രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് 2016 മുൻപുള്ള വികസനമില്ലാത്ത കേരളത്തെയാണോ വി ഡി സതീശൻ തിരിച്ചുകൊണ്ടുവരാൻ പോകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. വി ഡി സതീശന്റെ ശരീരഭാഷ പോലും തീരുമാനിക്കുന്നത് കനകോലുവാണ്. അത് 2016 മുമ്പുള്ള കേരളത്തെ തിരിച്ചുകൊണ്ടുപോകുന്ന പറഞ്ഞ പച്ച മലയാളം. അങ്ങനെയാകുമ്പോൾ നാഷണൽ ഹൈവേ ഉണ്ടാവില്ല, KL പദ്ധതി ഉണ്ടാവാൻ പാടില്ല, അതുപോലെ തന്നെ കൂടംകുളത്തുള്ള വൈദ്യുതി പാടില്ല, മലയോര ഹൈവേ പാടില്ല, അതുപോലെ തീരദേശ ഹൈവേ പാടില്ല. ഇന്ത്യ-US കരാറിനെപ്പറ്റി പാർലമെന്റിൽ വ്യക്തമാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. കരാർ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് തള്ളാനാണ് നീക്കമെന്നും CPM സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.